ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ കീഴിൽ രണ്ടാം തവണയും കായിക മഹോത്സവം നടത്താൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. അറിയപ്പെടാത്ത കായിക ഇനങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുക, കായിക ഇനങ്ങൾക്ക് പുത്തൻ ഉണർവ് നൽകുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. കായികോത്സവം 2024-25 മത്സരങ്ങൾ പെരിന്തൽമണ്ണയിലും മലപ്പുറത്തുമായാണ് നടക്കുന്നത്. കായിക മഹോത്സവത്തിന്റെ വിജയത്തിനായി പെരിന്തൽമണ്ണ മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മലപ്പുറം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കായിക മേഖലയ്ക്കകത്ത് പെട്ടെന്ന് അറിയപ്പെടുന്നതും ജനകീയമായിട്ടുള്ളതുമായിട്ടുള്ള കായിക ഇനങ്ങൾ വളരെ ചെറുതാണ്. ഫുട്ബോള്, വോളിബോള്, ബാഡ്മിൻ്റൺ, ഹോക്കി, ഒരു കളരിപ്പയറ്റ്, അങ്ങനെ ഏതാനും കായിക ഇനങ്ങളാണ് ഇവിടെ അറിയപ്പെടുന്നതും നമ്മുടെ കുട്ടികളും കായിക താരങ്ങളും ഒക്കെ അത് പരിശീലിക്കുന്നതും അതിൻ്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതും അതിലൂടെ ഒരു ഭാവി കണ്ടെത്തുന്നത്. മറ്റെല്ലാ കായിക ഇനങ്ങളും അസോസിയേഷനുകളും എവിടെയും അറിയപ്പെടാതെ ഏതാനും കേന്ദ്രങ്ങളിൽ ഏതാനും കായിക താരങ്ങളിൽ മാത്രമായിട്ട് അത് നിലനിൽക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ P. ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം P. ഋഷികേഷ് കുമാർ, റിട്ടയർഡ് SP U. അബ്ദുൽ കരീം, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ A. നസീർ ടീച്ചർ, യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്യാം പ്രസാദ്, ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ അംഗം രമേശ് V. ഹരിദാസൻ, നിഷ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കായികോത്സവം 2024-25 പരിപാടിയുടെ സമാപന സമ്മേളനം പെരിന്തൽമണ്ണയിൽ നടത്താനും തീരുമാനിച്ചു. നഗരസഭാ ചെയർമാൻ P. ഷാജി പരിപാടിയുടെ ചെയർമാനായും, U. അബ്ദുൽ കരീം ജനറൽ കൺവീനറായും, ശ്യാം പ്രസാദ് കൺവീനറായും 501 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.